മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ കൂടി ചേരുന്നു. സജോ, മേപ്പാടിയിൽ എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്? SK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ കാണാതായവരിൽ അതിൽ തന്നെ വ്യക്തമായ കണക്കുകളിലേക്ക് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നമ്മുടെ റവന്യൂ സംവിധാനത്തിനൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. ഇതുവരെ റിക്കവറിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. റിക്കവറിക്ക് ശേഷം ഈ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ആ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ സ്റ്റേഷനുകൾ എടുക്കുകയാണെങ്കിൽ നൂറുകണക്കിന് മനുഷ്യർ ഇപ്പോഴും കാണാമറയത്താണ്. അത്തരം ആളുകൾ നമ്മൾ ഇവിടെയൊക്കെ വന്നപ്പോൾ കാണുന്ന ഒരു ഏറ്റവും ദുഃഖകരമായ കാര്യം പ്രിയപ്പെട്ടവരുടെ ആരുടെങ്കിലും ഇനിയും തിരിച്ചറിയൽ ഒക്കെ വളരെ പ്രയാസമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോഴും ഒരുപാട് മനുഷ്യർ ഈ സ്ഥലങ്ങളിൽ ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലാണ് നടക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഹാളുണ്ട്, അവിടെയാണ് മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് മോർച്ചറിയിലേക്ക് മാറ്റുക എന്നാണ് ക്രമീകരണങ്ങളുള്ളത്. ഇവിടെ ധാരാളം സന്നദ്ധ പ്രവർത്തകർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇവിടെ തിരിച്ചറിയാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അതിനുശേഷം മോർച്ചറിയിലേക്ക് ഫ്രീസറിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുവരെ റിക്കവറി വരുന്നതിനനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമായി മാറുന്ന ആ സാഹചര്യങ്ങൾ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ പ്രധാനമായും നടക്കുന്നത് കാരണം ഇന്നിപ്പോൾ റിക്കവറി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? റിക്കവറി ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ മരം മുറിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പ്രഗത്ഭരായ സ്കിൽഡായ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ വളരെ സജീവമായിട്ട് ഇവിടെ രംഗത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൂർത്തിയാക്കി ഈ ഒരുപാട് ധാരാളം ബന്ധുക്കളെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ കണ്ടു. അവർക്ക് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ്. വളരെ വേദനാജനകരമായ സാഹചര്യമാണ്. അവിടെ കമ്മ്യൂണിറ്റി ഹാളിലാണോ അതിനുള്ള? കമ്മ്യൂണിറ്റി ഹാളിൽ തിരിച്ചറിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ ബോഡികൾ പെട്ടെന്ന് തന്നെ അവർക്ക് വിട്ടുകൊടുക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നതിനെക്കാട്ടിൽ വളരെ ഭീകരമാണ് ഇവിടുത്തെ ചിത്രങ്ങളെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാണാമറയത്തുള്ള ബോഡികൾ ഇപ്പോൾ പറഞ്ഞ എണ്ണത്തിനേക്കാൾ ഒരുപാട് ഉയരാൻ സാധ്യത ഉണ്ട്. ഒരുപാട് ആളുകളെ നമ്മുടെ വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ആണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് എത്രത്തോളം ആയിരിക്കുന്നത് വളരെ ഭീകരമായിരിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഈ ലിസ്റ്റിൽ പെടാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുണ്ട്, അവിടെ ഹോം സ്റ്റേകൾ പ്രവർത്തിച്ചിരുന്നു. ഇതേ സ്ഥലത്ത് അതായത് ഈ മേഖലകളിലൊക്കെ ഹോം സ്റ്റേകൾ പ്രവർത്തിച്ചിരുന്നു. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, ബന്ധുവീട്ടുകളിലേക്ക് വന്ന ആളുകളുണ്ട്, കണക്കിൽപ്പെടാത്ത മറ്റ് പല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അത്തരം നമ്പറുകളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഏകോപനങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇവിടെയാണ് ഏറ്റവും അതിൽ പല രീതിയിൽ നമ്മൾ ചാലിയാറിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മറ്റൊരു സ്ഥലത്താണ്. പക്ഷേ അതൊക്കെ പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതൊക്കെ വിവിധ ശരീരഭാഗങ്ങളും മറ്റുമൊക്കെ എത്തിക്കുക. അതൊക്കെ ശ്രമകരമാണ്. വിവിധ സംസ്ഥാനത്തിൻ്റെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടു വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവരൊക്കെ പല സ്ഥലങ്ങളിലായി നിന്ന് എത്തിയ സന്നദ്ധ പ്രവർത്തകരാണ്. ധാരാളം സന്നദ്ധ പ്രവർത്തകരെ ഇവിടെ കണ്ടു. അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് എമർജൻസി ടീം ഇപ്പോഴും മുഴുവൻ സമയവും സജ്ജമാണ്. അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുക. തിരിച്ചറിയാൻ കഴിയാതെ പോയ മൃതദേഹങ്ങളുണ്ട്. അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു എമർജൻസി മെഡിക്കൽ ടീമുണ്ട്. ഒപ്പം റവന്യൂ സംഘവും അത് കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെയായി എത്തിയവരാണ്. നിങ്ങൾ എവിടെ നിന്ന് എത്തിയവരാണ്? ഞങ്ങൾ മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത് നിന്ന് എത്തിയ ആളുകളാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സർവീസ് ചെയ്യുക ഇവിടെ ഞങ്ങൾ പല മേഖലകളിൽ ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് പുലർച്ചെ ടീം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ഈ ബോഡി സൂക്ഷിച്ച സ്ഥലങ്ങളിൽ വളണ്ടിയർ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ബോഡി വാഷിൻ്റെ സ്ഥലങ്ങളിലേക്ക് ചുമതലക്കപ്പെട്ടിട്ടുള്ള വളണ്ടിയേഴ്സാണുള്ളത്. യൂണിറ്റി സർവീസ് മൂവ്മെൻറ്റിൻ്റെ വളണ്ടിയേഴ്സാണ്. റിക്കവറി ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, അത് വാഷ് ചെയ്യാനും അവരെ മെഡിക്കൽ ടീമിനെ അത് വരുന്ന ഒരു പിന്നെ ചിലപ്പോൾ ബോഡിയുടെ ചില ഭാഗങ്ങളായിരിക്കാം. അതും പിന്നെ ഇത്ര ദിവസമായതുകൊണ്ട് അഴുകിയ പിന്നെ ശരീരഭാഗങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പോസ്റ്റ്മോർട്ടം പിന്നെ DNA ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അത് പിന്നെ വൃത്തിയാക്കി കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ഇവിടെയുള്ള വളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ബോഡികൾ DNA റെഫർ ചെയ്യേണ്ടി വരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ സാധ്യമാകാതെ വരുന്നപ്പോൾ ഇത്തരം സാമ്പിളുകൾ എടുക്കുക, DNA റെഫർ ചെയ്യുക എന്നതാണ് പലപ്പോഴും സാധ്യമായൊരു പോംവഴി. അത്തരം കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ധാരാളം സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങേയറ്റം നിർവികാരതയോടുകൂടി നിൽക്കേണ്ടി വരുന്നു. കാരണം ആ ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മളെ എത്രത്തോളം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞ് വരികയാണ്. ഇനിയും കാണാമറയത്തുള്ള മനുഷ്യരുടെ കാര്യത്തിലാണ്. ധാരാളം പേരെ ഇവിടങ്ങളിലൊക്കെ കണ്ടു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരം ലഭ്യമാകുമോ എന്ന് അന്വേഷിച്ചാണ് അവർ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് വരുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. SK